ഗൈസ് നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ പാലക്കാട് അട്ടപ്പാടിയിലാണുള്ളത്. അട്ടപ്പാടിയിൽ നഞ്ചിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ദേശീയ അവാർഡ് ജേതാവ് അയ്യപ്പനും കൊച്ചി സിനിമയിൽ കളക്കാത്ത സംഘനമേല എന്ന് പറഞ്ഞ പാട്ട് പാടി നമ്മുടെ നഞ്ചിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഇതാണ് നഞ്ചിമ്മയുടെ വീട്. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. നമ്മുടെ ലിൻഡോ വരച്ച ഫോട്ടോയാണ്, നമുക്ക് കൊടുത്തിട്ട് വരാം. നമ്മുടെ ചെറിയ കലാകാരനാണ് നഞ്ചിമ്മയുടെ കൂടെ. അപ്പൊ നഞ്ചിമ്മയുടെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഫോട്ടോ വരച്ചതാ, പാട്ടല്ല. ഇഷ്ടായോ? നിങ്ങൾ കുറേ നാളായിട്ട് ഇരുന്നിട്ട് വരച്ചൊരു പടമാണ്. എനിക്ക് നിങ്ങൾ ഇതുപോലെ വരഞ്ഞു ഈ നേരം കൂടെ എൻ്റെ വീട്ടിനെ എന്നെ കൊണ്ടുവന്ന് എൻ്റെ ഉയരിനെ തിരിച്ച് തന്നിട്ട് പോകുന്നത് അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വരച്ചത് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് മുമ്പോട്ട് വരണം കേട്ടോ. ഇനി കുറെ സ്റ്റേജുകളിനെ ഇങ്ങനെ വരഞ്ഞ് നീ അവാർഡ് വാങ്ങണം. വാങ്ങണം. ദൈവം തന്നിട്ടുണ്ടാവും. ആ നഞ്ചമ്മ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് നീ ഓർമ്മ വെക്ക് കേട്ടോ. കൊറേ നിന്നെ ഗവൺമെന്റ് വിളിച്ചു തരും. ശരിയാണോ? അതല്ലേ സന്തോഷം. അതിന് മേലെ നമുക്ക് എന്താ വേണ്ടത്? ഇനിയും കിട്ടട്ടെ. ഇഷ്ടം പോലെ വാങ്ങി അടിക്ക് കേട്ടോ. ഇഷ്ടം പോലെ ഗവൺമെന്റ് ഒക്കെ കാണട്ടെ. ഇത് പറയുന്നത് ഇതൊരു ഉയിരാണ്. ഉയിരിനെ നിങ്ങൾ തിരിച്ച് എൻ്റെ ഉയിരിനെ നിങ്ങൾ എടുത്തിട്ട് തിരിച്ചു തരണ ഒരു അപ്പൊ നിന്റെ ഉള്ളത്തിന് ഇതിനെ ഉണ്ട് അല്ലേ? അതിനുണ്ട്. ആള് വീഡിയോ ഒക്കെ ഇതുപോലെ ചെയ്തിട്ട് പാവങ്ങളെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ്. അതെ പറഞ്ഞപ്പാ, നിനക്ക് ദൈവം തരുംപ്പാ. നിനക്ക് ഇനിയും കുറച്ച് നിന്റെ ബുദ്ധിവിദ്യൊക്കെ നിനക്ക് തട്ടിത്തരും കേട്ടോ. ഞാൻ ഒന്നും ആകാതെ ഇരുന്ന ഒരാളാണ്. എന്റെ ഹൃദയത്തിന് ഞാൻ പറയുന്നത്, ഞാൻ ഒന്നും കാണാതെ, നാട് കാണാതെ, ജനങ്ങൾ കാണാതെ, വീടിനിരുന്ന് കെട്ടിയവനെ നോക്കി, കുട്ടികളെ നോക്കി, ഈ കാട് ചുറ്റിക്കൊണ്ട് ഇതിനെ കൃഷി ചെയ്തുകൊണ്ട് ഞാൻ തിന്ന ഒരാളാണ്. ഒരു സമയം വരുമോ ഇന്ന് ലോക എത്തിപ്പ. അതുപോലെ നീ ഒരു കാലഘട്ടത്തിന് ഇത് വരഞ്ഞിട്ട് തന്നെ നിന്നെ ഏറ്റെടുക്കും. ഭയങ്കര മോട്ടിവേഷനാണ്. ഏറ്റെടുക്കും കേട്ടോ. വരും വന്ന് വലിയതായിട്ട് നീ ഒരു കാലത്തിന് ഇതിന് വരും. ഞാനില്ലാതെ പോയാൽ എന്റെ പോട്ടവനെ തൊഴുതിട്ട് നിങ്ങൾ പോയിക്കോ. ശരിയാണോ? സന്തോഷം. അതിന് വലിയതായിട്ടും വരും. ഫോട്ടോ എടുക്കാല്ലേ എന്നാ പിന്നെ വലിയതായിട്ട് വരട്ടെ. ഓ എനിക്കിഷ്ടായി കേട്ടോ. ഇനി 10 പേരൊക്കെ നിന്നെ വിളിച്ചു കേട്ടോളൂ. അതാണ് എന്റെ അനുമതി. അതിക്ക് മേലെ എനിക്കൊന്നും തരാനില്ല. ശരിയാണോ? എന്റെ ഭാഗ്യം നിനക്ക് കിട്ടട്ടെ അല്ലേ? അതാണ് എന്റെ സന്തോഷം. അതിക്ക് മേലെ എനിക്കൊന്നും തരാൻ പറ്റില്ല. ദൈവം എനിക്കൊന്നും കണ്ടോ, ഇതേ മാത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ കുറെ സിറുമപ്പെട്ട് വളർന്നവളാണ് ഇപ്പൊ. പിന്നെ ആർക്കും ഒരാൾക്ക് അറിയാതെ ഞാൻ ജീവിച്ചവളാണ്. ഇന്ന് നിങ്ങൾ എന്നെ തേടി വന്ന് എന്റെ ഉയിരിനെ എനിക്ക് തിരിച്ചു തന്ന് എന്റെ വാക്ക് നിനക്ക് കിട്ടിപ്പോകുന്നത് നമ്മൾ ദൈവത്തോടെ പറയണം. ശരിയാണോ? ദൈവക്ക് മേലെ നമുക്കൊന്നില്ല, അച്ഛനമ്മയും കൂടി ഇല്ല. ദൈവമാണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പൊ അതിനെ നോക്കിയാ ഇനി നീ കോടീശ്വരാകാൻ പോകും. അമ്മയുടെ വാക്കുകൾ ഭയങ്കര മോട്ടിവേഷൻ അല്ലേ? അതെ, ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകും. നിങ്ങൾ എഴുതി പഠിക്കണവർ ഞങ്ങൾ എഴുതി പഠിക്കത്താണ്. ശരിയാ? എന്റെ വാക്ക് പെട്ടെന്ന് പോകും. ദൈവം വന്നപ്പോൾ ഒറ്റടിനെ കൊണ്ടുപോകും, ഒറ്റടിനെ ഇറക്കും. അങ്ങനെയാണ്. സന്തോഷം. സത്യമായിട്ട് നിങ്ങളും നല്ല അടിപൊളിയായിട്ട് ഒന്നും മനസ്സിനെ വെക്കാതെ ഇത് മാത്രം മനസ്സിനെ വെക്കണം. ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു തൊഴിലാണിപ്പാ. ഇത് തൊഴിൽ. ഞങ്ങൾ ഇങ്ങനെ തൊഴിൽ ചെയ്യുന്നു, അതുപോലെ ഇതൊരു തൊഴിൽ. ഇത് വന്ന് ഗവൺമെന്റ്ക്ക് അടിപ്പെട്ട ഒരു തൊഴിലാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കും. വിളിച്ചു കേട്ടു നീ എവിടെ ഒളിഞ്ഞാലും അല്ലേ? ചെന്നൈ ഏതെങ്കിലും കളിക്കട്ടെ. ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് കളിച്ചോ? വീട്ടില് പിന്നെ